ഗുരുപ്രിയ ടിവിയുടെ ഇന്നത്തെ താരം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സോഷ്യൽ മീഡിയ വൈറൽ താരവും അതുപോലെ തന്നെ മിസ്സസ് സൗത്ത് ഇന്ത്യ വിന്നറും പിന്നെ അതുകൂടാതെ ഇപ്പൊ ഒരു പുതിയ മൂവി പോലീസ് ഡേ എന്ന് പറഞ്ഞ അതിലെ ഒരു താരം കൂടിയാണ്. അപ്പൊ നമുക്ക് ജീവയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഹായ്, നമസ്കാരം. നമസ്തേ. ജീവ നമ്പ്യാർ അല്ലേ? എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് വൈറലായിട്ടുള്ളത്. അതെ, ഫോട്ടോഷൂട്ടിലൂടെയാണ് ഞാൻ കൊറോണ ടൈമില് എല്ലാവരും ജോലിയൊന്നുമില്ല ഇങ്ങനെ അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് ഒരു ഐഡിയ തോന്നുന്നു ഫോട്ടോഷൂട്ട് നടത്തിയായിരുന്നു. പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അന്നേരം നടത്തിയ കുറേ ഫോട്ടോഷൂട്ടുകളാണ് എന്നെ വൈറലാക്കിയത്. എൻ്റെ ഇൻസ്റ്റ ഐ ഡി അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എൻ്റെ പേര് സെർച്ച് ചെയ്തിട്ട് എന്നെ വൈറലായ പിക്കുകളാണ് ഫസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ റാമ്പിലേക്ക് വോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു 150K ഫോളോവേഴ്സ് അതിന് ശേഷമാണ് എൻ്റെ അടുത്ത് ഒരാൾ തന്നെ പറയല്ല ചലഞ്ച് ചെയ്തു എന്നോട്, റാമ്പിൽ വോക്ക് ചെയ്യാതെ എങ്ങനെയാണ് ഒരു മോഡൽ വെറുതെ ഒരു ഫോട്ടോഷൂട്ട് നടത്തുന്ന മോഡൽ ആവില്ല എന്ന് പറഞ്ഞു. സോ ഞാനും വിചാരിച്ചു എങ്കിലും നമുക്ക് റാമ്പിൽ ഒന്ന് വോക്ക് ചെയ്യുന്നു. എനിക്കറിയില്ല റാമ്പിൽ വോക്ക് ചെയ്യാനൊന്നും അറിയത്തില്ല. സോ മോഡലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് അവസരം. പുള്ളി പറഞ്ഞതുപോലെ എന്നെ ചലഞ്ച് ചെയ്ത പുള്ളി പറഞ്ഞതുപോലെ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ മോഡലാവില്ല. മോഡലിങ്ങിനെ കുറിച്ചും ഫാഷൻ ഇൻഡസ്ട്രിയെ കുറിച്ചും ഞാൻ അറിയില്ല. സോ എന്നെ ഞാൻ ഒരു മോഡലിംഗ് ഏജൻസിയായിട്ട് പരിചയപ്പെട്ടു. പുള്ളി എന്നെ സ്വാഗതം ചെയ്തു. എല്ലാവർക്കും ഹൈക്കിട്ട ഞാൻ ഫസ്റ്റ് മോഡലാവണമെന്ന് പറഞ്ഞ ആഗ്രഹിച്ച ഒരാളുടെ പോയത് ഇൻഡസ്ട്രിയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കൊറിയോഗ്രാഫറിൻ്റെ അടുത്താണ് ഞാൻ പോയത്. സോ പുള്ളി എന്നെ ഇഗ്നോർ ചെയ്തു. പുള്ളി എന്നോട് പറഞ്ഞത് പുള്ളിക്ക് ഹൈറ്റ് ഇല്ല, കളറില്ല എന്നാണ് ബോഡി ഷേമിങ് നടത്തി. സോ ഞാൻ അത് വിചാരിച്ചു, ഇനിയിപ്പോൾ ഒന്നും ആവില്ല എന്ന് തന്നെ വിചാരിച്ചു. നമുക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അടുക്കളയുടെ ഭാഗത്തോടെയൊക്കെ ഒതുങ്ങാം, അങ്ങനെ ഒതുങ്ങുമെന്ന് വിചാരിച്ചൊരു ലൈഫാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹായത്തോടു കൂടി ഞാനൊരു കേരളത്തിൽ തന്നെ അറിയപ്പെടുന്നെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഈ പറയുന്ന ബോഡി ഷേമിങ് നേരിട്ടിട്ടുള്ള ഒരുപാട് ഗേൾസിനെ മോഡലിംഗ് രംഗത്തേക്ക് കൊണ്ടുവന്ന ഒരു മോഡലിംഗ് കമ്പനിയിൽ വീട്ടിൽ ചെന്നു. അവരെന്നെ വാക്കിംഗ് പഠിപ്പിച്ചു. ഒരു 1-2 ദിവസം മതി നമുക്ക് വാക്കിംഗ് പഠിക്കാനും കൊറിയോ പഠിക്കാനും ഒക്കെ പഠിച്ചു. ഞാൻ ഫസ്റ്റ് റാമ്പ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം എനിക്ക് കോൺഫിഡൻസ് ആയി. പിന്നെ ഒരു 1-2-3 റാമ്പ് കഴിഞ്ഞതിന് ശേഷം എന്നെ ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ള ഒരു മാഡം വന്നിട്ട് പറഞ്ഞു, നീ പേജന്റിൽ മത്സരിക്കണം. സോ പേജന്റിൽ മത്സരിച്ചാലാണ് ഗുണം കൂടുതൽ ഉണ്ടാവുക. സോ ഓക്കെ, ഞാനങ്ങനെ ഫസ്റ്റ് പേജന്റ് വന്നിട്ട് മലപ്പുറത്ത് ബീഹാര എന്ന് പറഞ്ഞ മലപ്പുറത്ത് അവിടെ ചെന്നിട്ട് എനിക്ക് സെക്കൻഡ് റണ്ണർ കിട്ടി. പിന്നീട് ഞാൻ മത്സരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ മിസ്സസ് ട്രഡീഷണൽ എന്ന് പറഞ്ഞിട്ട് അതിൽ മത്സരിച്ചു. അത് ടൈറ്റിൽ ഗെയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മത്സരിക്കുന്നത് മിസ്സസ് ട്രിവാൻഡ്രത്തിൽ പോയി മത്സരിച്ചു. അവിടെ ഫസ്റ്റ് റണ്ണറപ്പ്, സെക്കൻഡ് പ്ലേസ്, ഫസ്റ്റ് റണ്ണറപ്പ് പഠിച്ചു. ലാസ്റ്റ് മത്സരിക്കുന്നത് മിസ്സസ് സൗത്ത് ഇന്ത്യ, അതിൽ ടൈറ്റിൽ വിന്നറായി. അപ്പം ഹസ്ബൻഡ് ഈ ഫീൽഡിൽ ഉള്ളതാണോ അതോ വേറെ? ഇല്ല, പുള്ളി ഒരു ബോഡി ബിൽഡറാണ്. ഇപ്പോൾ പുള്ളി ഒരു കാറിന്റെ ഷോറൂമിൽ വർക്ക് ചെയ്യുന്നു. പുള്ളിക്ക് ഈ ഇൻഡസ്ട്രിയായിട്ട് പരിചയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ലൈഫ് പാർട്ണറും ഈ ഒരു മോഡലിംഗ് ഇൻഡസ്ട്രിയായിട്ട് പരിചയമുള്ള ഒരാളായിരുന്നു. ഫസ്റ്റ് ഞാൻ ഇൻഡസ്ട്രിയിൽ വരുന്നതിന് മുന്നേ തന്നെ ഫസ്റ്റ് ഇതിന്റെ തുടക്കം എന്നുള്ള രീതിക്ക് ഡിസൈനിങ് പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം മേക്കപ്പ് എന്തെന്ന് അറിയാമല്ലോ, മേക്കപ്പ് പഠിച്ചു. എന്നിട്ടാണ് പടിപ്പടിയായിട്ടാണ് ഇതിലേക്ക് വന്നത്. അപ്പൊ അന്ന് തന്നെ മോഡലിംഗ് ചെയ്യുമ്പോൾ തന്നെ ആക്ടിങ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് വേണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? ഞാൻ എനിക്ക് സത്യം പറഞ്ഞ കോണ്ടാക്ട്സുകളൊന്നുമില്ല. എനിക്ക് ഇപ്പൊ ഇൻസ്റ്റയിൽ ഈ ഫോട്ടോഷൂട്ട് നടത്തി ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കുറെ ഓഫേഴ്സ് വരാറുണ്ട്. പക്ഷെ അത് എത്രത്തോളം സത്യമുള്ളതാണെന്നൊന്നും അറിയാൻ പറ്റില്ല. നമുക്കറിയാലോ ഇന്നത്തെ കാലത്ത് എന്തൊക്കെ നടക്കുന്നത്. സോ ഈ ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ന്യൂ കമേഴ്സിനെ കയറി വരാൻ സമ്മതിക്കില്ല എന്നതാണ് ഒരു സത്യമായ കാര്യം. ഞാൻ ഒരുപാട് ശ്രമിച്ചു. ആ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് എന്നെ രതീഷ് നെടുമങ്ങാട് സാർ എന്നെ കാസ്റ്റ് ചെയ്യുന്നത് ഈ മൂവിയിലേക്ക്. അപ്പോൾ ഞാൻ ആ മൂവിയിൽ വേറൊരു റോൾ ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഈ റോൾ ചെയ്യാനിരുന്ന നായിക 4 നായികമാരിൽ ഒരാളാണ്, മെയിനാണ് അൻസുബ ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരത്തി വന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതിലിപ്പോ സെക്കൻഡ് ഹീറോയിനായിട്ട് 4 പേരുണ്ട്. മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത് അൻസുബയാണ്. ബാക്കി 3 പേര് ഹീറോയിൻസ് തന്നെയാണ്. പക്ഷെ 4 ഹീറോയിൻസിൽ ഒരാൾ.
സെക്കൻഡ് ഹീറോ ക്യാരക്ടർ എന്താ ഈ മൂവിയിൽ ചെയ്യുന്ന? ഷൈനി. ഓക്കെ, എന്തായിട്ടാ? ഇത് ക്രൈം ത്രില്ലറാണ്. ഞങ്ങൾ IT ഫീൽഡിലുള്ള ആൾക്കാരാണ്, 4 പേരും. IT സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ ഒരു വീട്ടിലേക്ക് താമസിക്കാൻ വരും. അവിടെ ഉണ്ടാവുന്ന കുറച്ച് സംഭവ വികാസങ്ങളാണ് കാണിക്കുന്നത്. സസ്പെൻസ് ആയിട്ട് വെക്കാം. പക്ഷെ എന്തായാലും ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയും നല്ല സ്ക്രീൻ പ്ലേയും എല്ലാ കാര്യങ്ങളും നല്ലതായിരിക്കും. ഇങ്ങനെ ഫുൾ ഷൂട്ട് കഴിഞ്ഞോ അതോ? ഫുൾ ഷൂട്ട് കഴിഞ്ഞു. നല്ല 2 സോങ് ഉണ്ട്. അതിൽ ഒരു സോങ്ങില് ഞങ്ങൾ നായികമാരെല്ലാവരും ഉണ്ട്. നല്ല രസം, സോങ്ങും കാര്യങ്ങളും ഒക്കെ നന്നായിട്ടുണ്ട്. എൻജോയ് ചെയ്തു. ഞാൻ ഫസ്റ്റ് ടൈം ഒരു മൂവിയിൽ അഭിനയിക്കാൻ പോയിട്ട് എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ നല്ലതായിരുന്നു. എല്ലാം ഒരു കുടുംബത്തെ പോലെ ആയിരുന്നു. ഫുഡ് ആവട്ടെ, അക്കോമഡേഷൻ ആവട്ടെ, എന്തായാലും എല്ലാവരുടെ സഹകരണം ഒക്കെ നല്ലതായിരുന്നു. അതെ അതെ, ഞങ്ങൾക്ക് വീട്ടിൽ വന്നതിന് ശേഷമാണ്. അന്നേരം നമുക്ക് അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് അഭിനയിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് റൂമിൽ ഇരിക്കുമ്പോൾ തോന്നും വീട്ടിലോട്ട് ഒന്ന് പോയാലോ. പക്ഷെ വീട്ടിൽ വന്നതിന് ശേഷമാണ് അവിടെ മിസ്സാവും. ലൊക്കേഷൻ നമുക്ക് മിസ്സാവും. ശരി, അതിനുശേഷം പിന്നെ വേറെ മൂവിയൊന്നും കമ്മിറ്റ് ആയിട്ടില്ല. വരുന്നുണ്ട്, കുറെ ഓഫേഴ്സ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മൂവി ഇറങ്ങുമ്പോൾ എന്തായാലും വരുമല്ലോ തോന്നുന്നു. അതെ അതെ അതെ. അപ്പൊ എങ്ങനെ ഈ ഒരു മേഖല തന്നെ ആയിട്ട് മുന്നോട്ട് പോകാനാണോ താല്പര്യം? അതെ, ആക്ടിങ് എനിക്ക് പറഞ്ഞതുപോലെ നമുക്ക് അവസരങ്ങൾ കുറവാണ്. ഇപ്പൊ ഈ അഭിനയിച്ചവർ തന്നെ കുറച്ച് ഈ ഒരു എല്ലാ ഇൻഡസ്ട്രിയിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഒരു ഫാഷൻ ഇൻഡസ്ട്രി ആവട്ടെ, ഒരു ഫാഷൻ ഇൻഡസ്ട്രിയിലാണ് ഞങ്ങൾ കുറച്ച് പേരുണ്ട്. അപ്പൊ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ അവര് പുതിയ ആൾക്കാർ വരുമ്പോഴത്തേക്കും അവർക്കൊരു തോന്നലുണ്ടാവും നമുക്ക് ചാൻസ് ഇല്ല. ഫാഷൻ ഇൻഡസ്ട്രിയിൽ അങ്ങനെ അല്ല കേട്ടോ. ഏവർക്കും സ്വാഗതം, ഏവർക്കും സ്വാഗതം. ഞങ്ങള് പുതിയ ആൾക്കാരെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ സിനിമ ഇൻഡസ്ട്രിയിൽ ഞാൻ കണ്ടിട്ട് ഈ അഭിനയിച്ചവർ തന്നെ വീണ്ടും കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പുതിയ ആൾക്കാർക്ക് അവസരം ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവിടെയും ഒരു കോമ്പറ്റീഷൻ എന്നുള്ളൊരു സംഭവം ഉണ്ട്. ഒരുപാടല്ലേ ഉണ്ട്, കോമ്പറ്റീഷൻ ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞ അഭിനയിക്കാൻ കഴിവുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരും. ഒരുപാട് ആൾക്കാരുണ്ട് അഭിനയിക്കാൻ കഴിവായിട്ട് ചാൻസുകൾ ചോദിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനൊരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ഒരുപാട് ചാൻസ് ചോദിച്ച് പോകാനായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പോകാനായിട്ട് വരാനായിട്ടുള്ള. അങ്ങനെയുണ്ട്. ഒരു നമ്മുടെ ഒരു അഭിനയം കണ്ടിട്ട് ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ല, യൂട്യൂബിലൊക്കെ ഞാൻ യൂട്യൂബ് ചാനലിലെ നായികയാണ് ഞാൻ. അപ്പൊ അതില് കുറച്ച് സീരിയസ് ആയിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതില് ഞാൻ അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അത് ആക്ടിങ് കണ്ടിട്ട് എല്ലാം വിളിക്കാം. ഒരുപാട് വ്യൂസ് കയറിക്കും, 1 മില്യണോളം വ്യൂസ് കയറി പോകുന്ന സീൻസ് വരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ മൂവി അല്ലെങ്കിൽ സീരിയൽ അതിനേക്കാൾ ഉപരി സോഷ്യൽ മീഡിയ ഒരുപാട് വളർന്നിട്ടുണ്ട്. അപ്പൊ ഇൻസ്റ്റാഗ്രാം ആവട്ടെ അല്ലെങ്കിൽ യൂട്യൂബ് സീരീസ് ആവട്ടെ, അപ്പൊ അങ്ങനെ ചാൻസ് കിട്ടുന്നുണ്ട്. പർട്ടിക്കുലർ നമുക്ക് മൂവി എന്നല്ലാണ്ട് ഈ ഒരു ഇതിലൂടെയൊക്കെ ഒരുപാട് ഇൻസ്റ്റ വഴിയാണ് ഒരുപാട് ചാൻസസ് വന്നിട്ടുള്ളത്. ഇപ്പൊ ഈ പ്ലീസ് സ്പോട്ട് എന്ന് പറഞ്ഞ ചാനലിൽ കൂടി എനിക്ക് എന്നെ നായികയായിട്ട് വിളിക്കാൻ തന്നെ കാരണം ഇൻസ്റ്റാഗ്രാം വഴി തന്നെയാണ്. പിന്നെ കുറച്ച് ആഡ്സുകളൊക്കെ ചെയ്തത് തന്നെ ഇത് ഇൻസ്റ്റ വഴി തന്നെയാണ്. അപ്പം സോഷ്യൽ മീഡിയ കുറ്റം പറയാൻ പറ്റത്തില്ല, എന്നാൽ നല്ലതുമാണ് ചീത്തയുമാണ്. നല്ല രീതിയിൽ എടുക്കുകയാണെങ്കിൽ അതെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയ. അപ്പൊ ഈ നമ്മള് മോഡലിംഗ് ചെയ്ത് തുടങ്ങുന്ന സമയത്തൊക്കെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തത് സ്വന്തമായിട്ടാണോ അതോ ഹസ്ബൻഡ് ഉണ്ട്? പുള്ളിയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിരുന്നത്. പുള്ളിയുടെ തോട്ടിലാണ് ഓരോ ഷൂട്ട് നടത്തിയിരുന്നത്. പുള്ളിയാണ് ഓരോ കൺസെപ്റ്റ് പറയുന്നത്, അതനുസരിച്ചുള്ള ഷൂട്ട് നടത്തുന്നതും പുള്ളി തന്നെയാണ്. അത് ഭയങ്കര സക്സസ് ആയിട്ടുണ്ട് എല്ലാ ഷൂട്ടിലും. നമ്മുടെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ അറിയാം, നവവധു ഫസ്റ്റ് ആ ഒരു ടീം കൊണ്ടുവന്നു ഞാനാണ്. നവവധു കള്ളുകുപ്പിയും പിടിച്ച് ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നതേ ഞാനാണ്. അപ്പൊ അതൊക്കെ പുള്ളിയുടെ ഒരു ഐഡിയ ആണ്. സപ്പോർട്ടായിട്ട് ഹസ്ബൻഡ് ഉണ്ടാവുമ്പോൾ പിന്നെ നമുക്ക് വേറൊരു പ്രശ്നമാണ്. അതല്ലാണ്ട് പുറത്തുനിന്ന് സൊസൈറ്റിയിൽ നിന്നുള്ള എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ? ഞാൻ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് കൊണ്ടാണ് പേര് വന്നത്. ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പൊതുവെ സദാചാരക്കാര് ഉണ്ടല്ലോ, സദാചാരക്കാരും ഉണ്ട്, അല്ലാത്ത ആൾക്കാരും ഉണ്ട്. പിന്നെ ഒരുപാട് സൈബർ അറ്റാക്ക് ഞാൻ നിറയെ ഇപ്പോഴും അതെ ഞാനിപ്പോ പക്ഷെ അതിനുള്ള മറുപടി തക്കതായിട്ട് കൊടുക്കാറുമുണ്ട്. എനിക്ക് താല്പര്യമില്ലാത്ത ഞാൻ അത് കാരണമാണ് ഈ ഇടയെ ഒരു 1 year ആയിട്ട് ഞാൻ എന്റെ പ്രൊഫൈൽ വന്നിട്ട് പ്രൈവറ്റ് ആക്കിയിട്ടായിരുന്നു. ഒരു കോൺട്രവേഴ്സി നടന്നതിന് ശേഷം ഒരു ചാനലിൽ തന്നെ ഞാൻ ചാനലിനെ കുറിച്ച് പറയുന്നില്ല,
ഒരു റിയാലിറ്റി ഷോയിൽ കൂടി വന്ന് വിജയിച്ച ഒരാളുടെ ആളുമായിട്ട് ഞാനൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. സോ അത് കാരണം എനിക്ക് ഭയങ്കര സൈബർ ബുള്ളിങ് ഉണ്ടായി. അങ്ങനെ ഞാൻ പ്രൈവറ്റ് ആക്കിയത്. ഇതെനി പബ്ലിക് ആക്കണം. അല്ല, നമ്മൾ ഈ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ നമ്മളത് പ്രൈവറ്റ് ആക്കിയിടെന്ന് പറയുമ്പോൾ അതെ അതെ അത് ഭയങ്കരമായിരുന്നു. സത്യം എന്തെന്ന് അറിയാണ്ട് എന്നെയാണ് അവഹേളിച്ചത്. പക്ഷെ സത്യം എന്താണെന്ന് അറിയാണ്ട് പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരും പിന്നെ പുള്ളി പറഞ്ഞു വിടുന്ന കുറച്ച് ആൾക്കാരുമായിട്ട് ഇങ്ങനെ വന്നിട്ട് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തായിരുന്നു. അപ്പൊ അത് കാരണം ഞാൻ പ്രൈവറ്റ് ആക്കിയത്. കാരണം മറുപടി കൊടുക്കുവാണെങ്കിൽ നമ്മൾ കുത്തിപ്പിടിച്ചിരുന്ന് അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി ചെയ്യണം. അതിനുള്ള സമയം ഞാൻ സ്പെൻഡ് ചെയ്ത് കുറച്ച് പിന്നെ ഈ സമയമില്ല. അത് കാരണം പ്രൈവറ്റ് ആക്കിയത്. ഇനി അത് പബ്ലിക് ആക്കണം. അതെ, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പബ്ലിക് ആവുമല്ലോ. പിന്നെ ഇതല്ലാണ്ട് മോഡലിംഗ്, ആക്ടിങ് അല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റോ പാഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? എനിക്കൊരു ആഗ്രഹമുള്ളത് നമ്മളെപ്പോഴും ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കണമെന്നില്ല. ഇത് ഫാഷൻ ഇൻഡസ്ട്രിയാണ്. നമ്മൾ ജീവിതകാലം മുഴുവൻ ഫാഷൻ ഇൻഡസ്ട്രിയിൽ നിൽക്കണമെന്നില്ല. സോ ഞാനൊരു ജോലി പഠിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ട്, പിന്നെ മേക്കപ്പും പഠിച്ചിട്ടുണ്ട്. രണ്ടും കൂടി എനിക്കൊരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പ്ലാന്. അതില് എനിക്ക് വരുന്ന ഒരു ബ്രൈഡ് എന്റെ സ്റ്റുഡിയോയിൽ തന്നെ മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂം എന്റെ സ്റ്റുഡിയോയിൽ തന്നെ സെറ്റായി ഇറങ്ങണമെന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെ പോകാനാണ് ആഗ്രഹം. ഇപ്പൊ നമ്മുടെ ഇലക്ഷന്റെ ചൂടൊക്കെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ്, വോട്ട് ചെയ്യുന്ന ഒരാളാണോ? വോട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പാർട്ടി ഞാൻ ചോദിക്കുന്നില്ല, അത് പറയണമില്ല. എന്നാലും ഇല്ല, പാർട്ടി ഏതാണെന്ന് ഞാൻ പറയില്ല. വോട്ട് ചെയ്യണം. അല്ല, മാക്സിമം ചെയ്യാറുണ്ട്. മിസ്സാക്കാറില്ല, ഞാൻ പോയി ചെയ്യാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇപ്രാവശ്യം എന്തായാലും ഞാൻ പോയി ചെയ്യും. നല്ല ഭരണം വരട്ടെ. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഭരണം വരട്ടെ. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ ആരായിരുന്നാലും ഏത് പാർട്ടിയായിരുന്നാലും ഭരിക്കുന്നവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരിക്കും. അതാണല്ലോ ജനാധിപത്യം. പിന്നെ ഇത് റിലേറ്റഡ് നമ്മുടെ ഇപ്പം ഇലക്ഷൻ റിലേറ്റഡ് പ്രചാരണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരുടെയും സൈഡിൽ നിന്ന് അങ്ങനെ അപ്പൊ എന്റെ പാർട്ടി പറയുന്നത് പാർട്ടി മെൻഷൻ ചെയ്യണമെന്നില്ല. അല്ല, അങ്ങനെ ആൾക്കാരെ അപ്രോച്ച് ചെയ്തിരുന്നു പ്രചാരണം? ഇല്ല, അങ്ങനെ ആരും ഇതുവരെ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ ഞാൻ പോകും പ്രചരണത്തിന് വേണ്ടിയിട്ട്. ഞാൻ നല്ല ഭരണം കാഴ്ചവയ്ക്കുന്ന അത് ഏത് നല്ല പാർട്ടിയാണെങ്കിലും ഞാൻ അവർക്ക് സപ്പോർട്ടായിരിക്കും. ഇപ്പം ഏത് പാർട്ടി 3 പേരുടെ കാര്യം ഞാൻ പറയുന്നില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥികളുള്ള ആരാണ് നല്ല ഭരണം കാഴ്ചവെക്കുന്നത് പിന്നെ ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സത്യഭാമയുടെ ഒരു സബ്ജക്ട്. അപ്പം അതിനെ പറ്റിട്ട് എന്താ പറയാനുള്ളത്? വിദ്യാർത്ഥിയുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. ഫസ്റ്റില് ആദ്യത്തെ ഇന്റർവ്യൂ ഞാൻ കണ്ടത് ഞാൻ ആലോചിച്ചിട്ട് ആരെ ഈ പറയുന്നത് എനിക്ക് മനസ്സിലായില്ലാതെ. പിന്നെയാണ് ഇത് മൊത്തം വൈറലാവാൻ തുടങ്ങി, വീഡിയോ വൈറലാവാൻ തുടങ്ങി. പിന്നെ കോൺട്രവേഴ്സി ആരെയാണോ പറഞ്ഞത് ഉള്ളി വന്നു തുടങ്ങി. ആക്ച്വലി ഞാനും ഒരുപാട് ബോഡി ഷേമിങ് നേരിട്ടിട്ടുള്ളതാണ്. പുള്ളിക്കാർക്ക് പറയുണ്ടായി സൗന്ദര്യ മത്സരത്തിന് ബ്ലാക്ക് ആയിട്ടുള്ള ഒരാൾ മത്സരിച്ച് വിന്നറായിട്ടുണ്ട്. ഞാൻ ഭയങ്കര കളറുള്ള ഒരാളല്ല, ഞാൻ വിന്നറായിട്ടുണ്ട്, ടൈറ്റിൽ വിന്നറാണ്. ഞാൻ സൗന്ദര്യ മത്സരത്തിൽ വിജയിച്ച് തന്നെയാണ് മത്സരിച്ച് തന്നെയാണ് ഞാൻ വിജയമായിട്ടുള്ളത്. അതും എന്നെ ബോഡി ഷേമിങ് ചെയ്തത് ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള പ്രമുഖനായ ഒരാള് ഇതുപോലെ എന്നെ ബോഡി ഷേമിങ് ചെയ്തിപ്പോ അയാളുള്ള വാശിപ്പുറത്ത് ഞാൻ വിൻ ചെയ്തു. നമുക്കും എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് പുള്ളിക്കാരത്തി നല്ല ബ്ലാക്ക് ആണ്. പുള്ളിക്കാരത്തി ഒരുപാട് ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. പുള്ളിക്കാരത്തി ബ്ലാക്ക് ആണ്. പുള്ളിക്കാരത്തി സൗന്ദര്യ മത്സരത്തിൽ മിസ് ഇന്ത്യ പട്ടം വാങ്ങിയിട്ട് വന്നതാണ്. സോ കറുത്ത ആൾക്കാർക്ക് മോഹിനിയാട്ടം ചെയ്യാൻ പാടില്ല. അവരുടെ ആ ഒരു പ്രസ്താവന തന്നെ ശരിയായിട്ടുള്ള കാര്യമല്ല. അത് നമുക്ക് ഒരു ടീച്ചറായിട്ട് ഇരിക്കാനുള്ള ഒരു യോഗ്യതയില്ല. അവർക്ക് സോറി പറഞ്ഞതൊക്കെ പറയുന്നു. സോറി പറഞ്ഞത് അങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ വന്നതായിട്ട് ഞാൻ കണ്ടു. സോറി പറഞ്ഞതായിട്ട് മുഴുവൻ കണ്ടില്ല. സോറി പറഞ്ഞതായിട്ടാണ് എൻ്റെ ക്യാപ്ഷൻ ഞാൻ വായിച്ചത്. എന്തായാലും അവർക്ക് സോറി പറഞ്ഞെങ്കിൽ നല്ല കാര്യം. അവർക്ക് മനസ്സിലായി വരുന്നു. പിന്നെ അവരുടെ ധാർഷ്ട്യം കണ്ടായിരുന്നോ വീഡിയോസ് ഒക്കെ? അവരുടെ ധാർഷ്ട്യം എല്ലാം അതൊന്നും ഒരു ടീച്ചറിനെ സംബന്ധിച്ചുള്ള നമുക്ക് ടീച്ചർ എന്ന് പറഞ്ഞ മനസ്സിൽ ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുമ്പോഴത്തേക്കും അവരെ കണ്ടാണ് സ്റ്റുഡൻസ് ആയ നമ്മളൊക്കെ പഠിക്കാനുള്ളത്. അപ്പൊ അവര് തന്നെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്റ്റുഡൻസിന്റെ ഒക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നാണ് സ്റ്റുഡൻസിന്റെ വീഡിയോസ് ഉണ്ടായിരുന്നു. ലൈക്ക് അവര് ബിഹേവ് ചെയ്ത അത് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കുട്ടിയെ പഠിപ്പിച്ചാലും അവര് മത്സരിക്കാൻ വിടില്ല എന്ന് പറയുന്നത് ഭയങ്കര അതൊരു
അവരോട് ശരിക്കും പറഞ്ഞ സഹതാവ് മാത്രമേ അല്ലേ, സഹതാവ് മാത്രം തോന്നും. കാരണം അവർക്ക് നോളജ് ഇല്ലെന്ന് തന്നെ പറയാം. കുറെ പഠിച്ചത് കൊണ്ട് കാര്യമില്ല. നമ്മൾക്ക് വേണ്ടത് എന്താ, അതില്ല അവർക്ക് സത്യം പറഞ്ഞാൽ. അതാ ശരിക്കും അവർക്ക് വേണ്ടത്. അധ്യാപകർ എന്തെങ്കിലും അവർക്കുള്ള ഒരു റിപ്ലൈ എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രേക്ഷകരോട് പറയാറുണ്ടോ? ഇത് ഓൾറെഡി എല്ലാം വരുന്നു. ഞാൻ വിചാരിച്ചില്ല കേരളത്തിലെ തന്നെ എന്തിനാണ് നമുക്ക് ഒരു, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്ക് എപ്പോഴും കയറുന്നതെന്ന് എനിക്ക് അറിയാം. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ആഫ്രിക്കയിലുള്ള ആൾക്കാർ വരെ അവരെ പച്ച മലയാളത്തിൽ തെളിയിച്ചത് ഞാൻ കണ്ടതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ടീച്ചറിനെ ശരിക്കും എന്താ പറയാ, അതിന്റെ പാലഭിഷേകം നടത്തി എന്നൊക്കെ പറയുന്നത്, അഭിഷേകം നടത്തി, തെളിയഭിഷേകം നടത്തി. സോ ഞാനായിട്ട് ഒരുപാടൊന്നും പറയുന്നില്ല. എന്താ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് പകരം ആൾക്കാർ പറഞ്ഞു അവരുടെ സ്റ്റുഡൻസ് തന്നെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളും കൂടി പറയേണ്ട ആവശ്യമില്ല. അവര് നന്നാവേണ്ടത് അവരവരുടെ മകനെ പോലും പറയുന്നത് വളരെ മോശമായിട്ടാണ്. സോ അവര് നമുക്ക് തിരുത്താൻ പറ്റില്ല, നമ്മളെങ്ങനെയും അങ്ങനെ പോകും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഫാഷൻ മേഖല അല്ലെങ്കിൽ സിനിമ ഫീൽഡ്, അപ്പൊ അതിലൊക്കെ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും മോശമായ അനുഭവങ്ങളൊക്കെ നേരിടേണ്ടി വരും അല്ലെങ്കിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടോ താങ്കളുടെ? എനിക്ക് ആക്ച്വലി ഞാനിങ്ങനെ പൊതുവെ എനിക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഒരുപാട് സംഭവങ്ങൾ ഇതിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്, ഇൻഡസ്ട്രിയിലും ഒക്കെ, ഫിലിം ഇൻഡസ്ട്രി ആവട്ടെ, ഫാഷൻ ഇൻഡസ്ട്രി ആവട്ടെ. പക്ഷെ എനിക്കങ്ങനെ ഒന്നും തന്നെ ഇതുവരെയും നേരിടേണ്ടി വന്നിട്ടില്ല. ഫാഷൻ ഇൻഡസ്ട്രി ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ബോഡി ഷേമിങ് എനിക്ക് ഒരുപാട് കേട്ടിട്ട് പോയ ഒരാളാണ്. ഒന്നും ആവാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളൊന്നും ഇപ്പോൾ ഇവിടെ വരെ വന്നിരിക്കണമെങ്കിൽ ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരെ എന്നെ ഒരുപാട് ഹെൽപ്പും ചെയ്തിട്ടുണ്ട്. ഹസ്ബൻഡ് അല്ലാണ്ട് തന്നെ ഇൻഡസ്ട്രിയിലുള്ളവരുടെ ഹെൽപ്പും കൂടെ നമുക്ക് വേണം. അവർ നമ്മളെ തഴഞ്ഞു കഴിഞ്ഞാൽ പോയി. അപ്പം എന്നെ ഇതുവരെ അങ്ങനെ ഒരു അപ്രോച്ച് ചെയ്ത് വന്നതായിട്ട് എനിക്ക് അറിയത്തില്ല. ഈ മൂവിയിലാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞു, ഫ്രണ്ട്ലി എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു, ഭയങ്കര കാര്യമായിരുന്നു. ഒരിക്കലും പോലും എന്നോടൊന്നും ഒരു മോശമായ രീതിയിൽ ഒന്നും അപ്രോച്ച് ചെയ്തിട്ടില്ല. അതാണ് സത്യം. മൂവിയിലൊക്കെ അഭിനയിക്കാൻ പോകുമ്പോൾ ആൾക്കാർ അതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാനത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളവർ. ഇപ്പൊ ഞാൻ ബോർഡൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഷൂട്ടിലൊക്കെ. അപ്പോ പൊതുവെ പറച്ചിട്ട് വരും ഇങ്ങനെ, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഇവൾ അങ്ങനെ അവിടെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയായിരുന്നു. ഒരിക്കൽ പോലും ഒരാൾ പോലും നീ ഇങ്ങനെ വന്നാൽ മാത്രമേ നിനക്ക് ഇങ്ങനെ ഇതാവാൻ പറ്റുള്ളൂ എന്ന് ഒരിക്കൽ പോലും ഒരാൾ പറഞ്ഞിട്ടില്ല. അതാണ് സത്യം. ഞാനും ശരിക്കും പറഞ്ഞാൽ അത് എപ്പോഴും ചിന്തിക്കാറുള്ള കാര്യമാണ്. ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ടല്ലോ, പക്ഷെ എന്നോട് ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അതെന്താ അങ്ങനെ ചിന്തിക്കാറില്ല. അതിപ്പോ നമ്മൾ എല്ലാ മേഖലയിലാണെങ്കിലും ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ടാവും എന്ന് പറയുന്ന പോലെ പല തരത്തിലുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നെഗറ്റീവ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നേറാൻ പറ്റും. ഇന്നത്തെ പോസിറ്റീവ് തന്നെ വേണം. നമ്മൾ നല്ലതായിട്ടിരിക്കണം, നമ്മൾ നല്ലതേ പറയാൻ പാടുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു ഒരിക്കലും മുന്നോട്ട് വരാൻ പറ്റില്ല. ഇതും കൂടി നമ്മൾ ഫേസ് ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം. എന്നാൽ മാത്രം മുന്നോട്ട് വരാൻ പറ്റും. അതെ, ഫാഷൻ, ആക്ടിങ് ഇതല്ലാണ്ട് ബോഡി ബിൽഡിംഗ് ചെയ്തിട്ടുണ്ടല്ലേ? അതെ. അതെങ്ങനെയാ? ചെറുപ്പം മുതലേ? അല്ല ചെറുപ്പം മുതലേ അല്ല, ഒരു 2017 മുതൽ സ്റ്റാർട്ട് ചെയ്തത്. ചെറുപ്പം മുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വലിയ പാത്രങ്ങളൊക്കെ വെള്ളം നിറച്ച് കൂട്ടിയെടുക്കുന്ന പരിപാടിയൊക്കെ. അപ്പോ വീട്ടുകാർ സമ്മതിക്കില്ല. അവർക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ, അവരുടെ മകളെ വളർത്തണം. അവർക്ക് ഫാഷൻ ഇൻഡസ്ട്രിയും വലിയ താല്പര്യമില്ല. അവർക്ക് പഠിക്കുക അങ്ങനത്തെ പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഇതിലൊക്കെ ഞാൻ വന്നത്. ഹസ്ബൻഡ് ബോഡി ബിൽഡറാണ്, പുള്ളി തന്നെയാണ് എൻ്റെ ട്രെയിനർ. പുള്ളി തന്നെയാണ് ട്രെയിനർ. പുള്ളി തന്നെയാണ് ട്രെയിൻ ചെയ്ത് 2021 ബെസ്റ്റ് ബോഡി ബിൽഡർ കേരള മലയാള പുരസ്കാരം എനിക്കായിരുന്നു. അപ്പോൾ അത് അവാർഡ് മേടിക്കാനായിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഭാരവാഹികളെല്ലാം എനിക്ക് അയച്ചു തരികയും എല്ലാ കാര്യങ്ങളും ചെയ്തു. എനിക്ക് അന്നേരം ഷൂട്ടിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു, പോകാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് എൻ്റെ ബോഡി ബിൽഡിംഗ് ലൈഫ്. ഇപ്പോഴും ചെറിയ രീതിയിൽ ചെയ്യുന്നുള്ളൂ, കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ തിരക്കായ കാരണമൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും സമയം കിട്ടുമ്പോഴൊക്കെ ഒരു 5 എടുക്കാറുണ്ട്. പിന്നെ അതല്ലാണ്ട് നമ്മള് മൂവി ഷൂട്ടൊക്കെ ആവുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഹെൽത്തൊക്കെ ഒന്ന് നോക്കുക? അല്ലെങ്കിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു വലിച്ചു വാരി കഴിക്കാൻ നിൽക്കാറില്ല. പിന്നെ ഈ നമ്മുടെ മൂവി ലൊക്കേഷൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും വേറെ ലെവലാണ്. അതെ.
നമുക്ക് സ്മെല്ലടിക്കുമ്പോൾ കഴിക്കാണ്ടിരിക്കാൻ തോന്നും. പക്ഷെ ഞാൻ കുറെ കൺട്രോൾ ചെയ്യുന്നത് ഈ വറുത്തതും പൊരിച്ചതും കഴിക്കാണ്ട് ഞാൻ വളരെയധികം ശ്രമിക്കാറുണ്ട്. നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കിട്ടാറുണ്ട്. നല്ല ഫുഡാണ്, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ഫുഡ് കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അത് ജോലി പോകുന്നത് നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത് നല്ല ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇൻഡസ്ട്രിയിൽ ഇപ്പം നായകൻ മുതൽ വലിയ നായകൻ, ജൂനിയർ ആർട്ടിസ്റ്റ് അവരൊക്കെ ഉണ്ടാവില്ല. എല്ലാവർക്കും ഒരേ ഫുഡ് തന്നെയാണ്. ഇപ്പൊ അവർക്ക് കാറ്റഗറി വൈസ് തിരിച്ചു എല്ലാവർക്കും ഒരേ. അതിൽ ആ ഒരു കാര്യത്തിൽ മലയാളം ഇൻഡസ്ട്രിയിൽ ഞാൻ ശരിക്കും ഇപ്പൊ ചെറിയ ടീമുകാർക്ക് കുറച്ച് വേറെ ഫുഡ് അങ്ങനെയൊന്നും ഒന്നുമില്ല. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടാകും തരംതിരിവ് ഉണ്ടാകുന്നുള്ളൂ. പക്ഷെ തരംതിരിവുള്ളത് എല്ലാവർക്കും ഒരേപോലത്തെ ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്. ഞങ്ങളുടെ ഈ ലൊക്കേഷനിൽ അങ്ങനെയായിരുന്നു. ജൂനിയർ ആർട്ടിസ്റ്റിനായിരുന്നാലും മെയിൻ ആർട്ടിസ്റ്റിനായിരുന്നാലും എല്ലാവർക്കും ഒരേപോലത്തെ ഫുഡ്, എല്ലാവരും ഒരേപോലെ തന്നെ എല്ലാവരും ഒരുപോലെ ആൾക്കാർ ഒരിടത്ത് ഫുഡ് കഴിക്കാറുണ്ട് വരുന്നത്. ഇല്ല തിരിച്ചേട്ടനൊക്കെ ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ സമ്മതിക്കണം. തിരിച്ചേട്ടൻ മനസ്സിൽ എല്ലാവരും നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെയാണ് ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷപ്പെടുന്നത്. മോഹൻലാലിൻ്റെ കൂടെ ഒക്കെ അഭിനയിച്ചൊരു നായിക, പിന്നെ തിരിച്ചേട്ടനായിട്ടും ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ എല്ലാവരും നമുക്കൊപ്പം ഒരു ഫാമിലി പോലെ ഫുഡ് കഴിക്കുന്ന അതുകൊണ്ട് നർമ്മൻ ചേട്ടൻ പറയാൻ പറ്റത്തില്ല, ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ എന്താ പറയുക, വിശാലൻ ചേട്ടൻ്റെ ഒരു പ്രോഗ്രാം ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ അമൃത ടി.വിയിൽ, റിയാലിറ്റി ഷോ. മൃതയിലാണോ മഴയിലാണോ ഏതൊരു ചാനൽ പ്രസംഗത്ത് അന്നേരം വിശാലൻ ചേട്ടനെ പരിചയപ്പെട്ടു. ടീം ലീഡറായിട്ട് അങ്ങനെ പരിചയപ്പെട്ടു. ആ പുള്ളിക്കാരനെ ഞാൻ ധർമ്മൻ ചേട്ടൻ ഞങ്ങളുടെ മൂവിയിലുണ്ടായിരുന്നു. അപ്പോൾ ധർമ്മൻ ചേട്ടനോട് ഞാൻ പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ വിശാലൻ ചേട്ടൻ എനിക്ക് അറിയാം ഇങ്ങനെ പുള്ളിയുടെ ഷോയിലുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് അതെന്നെ നല്ല ഓർമ്മയുണ്ട് കേട്ടോ. നീ മിസ്സസ് സൗത്ത് ഇന്ത്യ അല്ലേ പുള്ളി, എനിക്ക് അറിയാമായിരുന്നു നിന്നെ, പുള്ളി ഒന്ന് നോക്കിക്കൂടെ, പുള്ളിക്കാരുടെ ആദ്യമായിട്ടല്ലോ ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കണേന്ന് വിശാലടി ചേട്ടൻ ധർമ്മൻ ചേട്ടനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാവരും തന്നെ. ഈ ഷൂട്ട് ഡേയ്സിൽ വർക്ക്ഔട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നടക്കുന്ന ഒരു കാര്യമില്ല, അല്ല നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല. രാവിലെ 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ റെഡിയായ ലൊക്കേഷനൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം ചെയ്യുക, ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് ചില സമയങ്ങൾ നേരത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു 3 റൗണ്ട് നടക്കാൻ പോകാറുണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അപ്പാർട്ട്മെന്റ് ആയിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് തന്നെ ഞങ്ങൾ ഒരു 3 റൗണ്ട് നടക്കുവാണ്. ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളെ കുറിച്ച് കണ്ടിട്ടുള്ള ഒരു വിഷയമാണ് ബ്ലസ്ലി ആയിട്ടുള്ള ഒരു ഇഷ്യൂസ്. എന്താണ് എനിക്ക് പിന്നിലുള്ളത് സത്യാവസ്ഥ? സത്യാവസ്ഥ വേറൊന്നല്ല, പുള്ളിക്കാരന് ഞാൻ ശരിക്കും പെണ്ണാണോ അതോ ആണ് പെണ്ണാണോ എന്നുള്ളത് അവൻ അറിയണമായിരുന്നു. അപ്പൊ അതെന്റെ അടുത്ത് നേരിട്ട് ചോദിച്ചു. ഞാൻ നേരിട്ട് മറുപടി കൊടുക്കുന്നതിന് പകരം ന്യൂസ് ചാനൽ വഴി മറുപടി കൊടുക്കും. കാരണം ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുവാണ് കല്യാണം കഴിഞ്ഞോ, കുട്ടികളുണ്ടോ, കുട്ടികൾക്ക് നോക്കാൻ പ്ലാൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അവരെന്നെ നേരത്തെ അറിയുകയും ചെയ്യാം. എന്നിട്ടും പിന്നെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. സത്യാവസ്ഥ എന്താണെന്ന് എനിക്കും അറിയാം, അവനും അറിയാം, അന്ന് കൂടെ ഉണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അവൻ എന്തിനാണ് എന്നോട് അങ്ങനെ ചോദ്യം ചോദിച്ചതെന്നും ആ ടൈമിൽ എന്തിനാണ് എന്നെ അവിടെ നിന്ന് ഒഴിവാക്കിയതെന്നും പുള്ളിക്ക് നല്ലോണം അറിയാം. കുറച്ച് കാര്യങ്ങളുണ്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവനും അറിയാം, എനിക്കറിയാം, കൂടെ ഉണ്ടായിരുന്നവർക്കും അറിയാം. സോ നീ വീണ്ടും അതിങ്ങോട്ട് വലിച്ച് നമുക്ക് ഇടണ്ട. ഞാൻ സ്ത്രീയാണോ അല്ലെങ്കിൽ പുരുഷൻ സ്ത്രീയാണോ എന്ന് അറിയണം. എന്തെങ്കിലും ഒരു സൗണ്ടിലോ അല്ലെങ്കിൽ ഒരു ലുക്കിലോ എന്തെങ്കിലും ബോഡി ബിൽഡിങ് ചെയ്യുന്നത് കൊണ്ടായിരിക്കണം മേ ബി എനിക്ക് എന്റെ ബോഡി മസിലും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉള്ളത്, ബോഡി ഫേസും ഒക്കെ അങ്ങനെ കാണുന്നു. പക്ഷെ എന്നാലും എന്നെ ആയിക്കോട്ടെ. ട്രാൻസ് എന്നുള്ള രീതിക്ക് എന്നോട് സംസാരിച്ചത്. പൊതുവെ ട്രാൻസ് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ട്രാൻസ് വുമൻസ്. അപ്പൊ അവരൊക്കെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പൊ അവരെയൊക്കെ പൊതുവെ സമൂഹം കാണുന്നത് വേറൊരു രീതിയിലാണ്. അപ്പൊ അവൻ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കണമെങ്കിൽ അവൻ വേറൊരു രീതിയിൽ കണ്ടിട്ട് തന്നെയാണ് എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാവരും മനുഷ്യന്മാരുണ്ട്. ട്രാൻസ് ആവട്ടെ, സ്ത്രീ ആവട്ടെ, പുരുഷനാവട്ടെ, എല്ലാവർക്കും ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള അർഹതയുണ്ട്. ആർക്കും ആരെയും ചോദ്യം ചെയ്യാനുള്ള ഒരു കാര്യമുള്ള റൈറ്റും പറയുള്ളൂ. അതാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. അവനങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലോ. എനിക്ക് അവന്റെ വീട്ടിലുള്ളവരോട് ആരെങ്കിലും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്, സ്ത്രീ കൂടെ അല്ലെങ്കിൽ അങ്ങനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലാണ് അവനവരുടെ വിഷമവും സങ്കടമൊക്കെ ഉണ്ടാവുക. ഇല്ല അതൊന്നുമല്ല. ഇപ്പം നിങ്ങൾ ചാനലുകാർ പൊതുവെ ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം, അത്രേ ഉള്ളൂ.
നമ്മുടെ പ്രേക്ഷകരോടും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിലേക്ക് പുതുതായി വരുന്ന കുട്ടികളോട് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്തായിരിക്കും? ഉപദേശമായിട്ടൊന്നുമില്ല, ഞാൻ പറയുന്നത് മടിച്ചു നിൽക്കുന്നത് ഇൻഡസ്ട്രിയിലേക്ക്. ഫാഷൻ ഇൻഡസ്ട്രിയിലാണെങ്കിലും ഞാൻ മൂവിയിൽ ന്യൂ കവറാണ് കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ പറയുന്നു, ഫാഷൻ ഇൻഡസ്ട്രിയിലും ഫിലിം ഇൻഡസ്ട്രിയിലും പുതുതായിട്ട് വരുന്ന എല്ലാവർക്കും ആരും പേടിക്കണ്ട. പറയുന്നത് പോലെ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുവാണെങ്കിൽ, ഈ പറയുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എനിക്കിതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളായിട്ട് തന്നെ എവിടെ പോയാൽ നിൽക്കുക, പിന്നെ പറ്റിക്കപ്പെടാതെ. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ ഇതുപോലെ എനിക്കിങ്ങനെ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയാം പറ്റിക്കൽ എന്താ, ചില പുതിയ കുട്ടികൾക്കൊന്നും അത് മനസ്സിലാവില്ല. അപ്പോൾ ഈ റിയലിനെ പോലും വരുന്ന രീതിക്കായിരിക്കും സംസാരിക്കുന്നത്. ഇന്ന നായിക, ഇന്ന ആളിന്റെ നായികയായിട്ടായിരിക്കും, സൂപ്പർ സ്റ്റാറിന്റെ പേരൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പം അങ്ങനെയൊന്നും പോയി പെടാണ്ട് പെട്ടെന്ന് ഈ കുട്ടികളൊക്കെ എന്താ പറയുക, പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ക്യാഷ് കിട്ടുക, ആ ഒരു രീതിക്ക് പിള്ളേർ അങ്ങ് വീണു പോകും. അപ്പൊ അതിലൊന്നും പോയി വീഴാണ്ട് ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും, ഫാഷൻ ഇൻഡസ്ട്രിയിലാവട്ടെ, മൂവിയിലാവട്ടെ, ഓഡീഷൻ കഴിയാണ്ട് എന്തായാലും നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ നേരിട്ട് മീറ്റ് ചെയ്യാൻ പോവാം. നേരിട്ട് മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ പക്ഷെ ആരെങ്കിലും കൂടെ അമ്മയോ അപ്പയോ അതിനൊക്കെ വിളിച്ചുകൊണ്ട് പോയാൽ നമുക്ക് ഫിക്സ് ആയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ പിന്നെ കൂട്ടുകാരെ വിളിക്കണോ അല്ലെങ്കിൽ കസിനെ വിളിച്ചു ആരായാലും നമുക്ക് ഒറ്റയ്ക്ക് പോകരുത് ഇവിടെ പോകാൻ കേട്ടോ. ആ ഒരു ഉദ്ദേശമുണ്ട് എനിക്ക് പറയാനായിട്ട്. ഒറ്റയ്ക്ക് പോവാം, നിങ്ങൾക്ക് അത്രയും ധൈര്യമുള്ള ഒരാളാണെന്ന്. മീൻസ് നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഒന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും. ഓഡീഷനും ആണെങ്കിലും നമ്മുടെ ലൊക്കേഷനിലാണെങ്കിലും ചിലപ്പോൾ എല്ലാവരും നമുക്ക് വരാൻ പറ്റത്തില്ല, എൻ്റെ ഹസ്ബൻഡിന് വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകേണ്ടി വരും. സോ അവിടെ ഒന്നും പേടിക്കാനോ ഒന്നുമില്ല, നമുക്ക് പോവാം. പക്ഷെ നമ്മളായിട്ട് തന്നെ നിൽക്കാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ പറയാൻ. എന്തെങ്കിലും ആഗ്രഹം ഇതാവുന്നത്? അതെ, എനിക്ക് ഭയങ്കര ആദ്യത്തെ എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ സിൽക്കിസിന്റെ ഒരു നടിയാവണം. പക്ഷേ ഇപ്പൊ എന്താ വെച്ചാൽ എല്ലാവരും തന്നെ ഇപ്പൊ നായിക നടി ഇപ്പൊ കാണാറുണ്ട് മൂവിയിലൊക്കെ. നായികയായിട്ട് വരുന്ന ആൾക്കാർ തന്നെയാണ് സിൽക്കിസിന്റെ പോലെ തന്നെയാണ് ഒരു പാട്ട് സീനിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ അങ്ങനെ അല്ലല്ലോ, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു റോൾ ചെയ്യാൻ വേണ്ടി. ഇപ്പൊ നായിക കൂടി അങ്ങനെ ഒരു ചെയ്യുന്നുണ്ട്. സോ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം പറയാൻ പറ്റില്ല, വീട്ടിലെ പോലെ നടിയാവണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സോ ഞാൻ പറയുന്നത് എനിക്ക് വില്ലത്തി റോൾ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. സോ അറിയപ്പെടുന്ന ഒരു വില്ലത്തി നടിയാവണം ഭയങ്കര. അതെ, അങ്ങനെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. സോ അങ്ങനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്ന ഡയറക്ടേഴ്സ് കാണുമായിരിക്കും, കാണുന്നതായിരിക്കും. എല്ലാം ഉള്ളത് ഭയങ്കര കംഫർട്ടബിൾ ആണ്, എനിക്ക് ചെയ്യാനും കുറച്ചുകൂടി നല്ലതായിരിക്കും. അതാണ് ഒന്നുകൂടി കംഫർട്ട്. അതാണ് എൻ്റെ ആഗ്രഹം. അറിയപ്പെടുന്നത് സിനിമയിൽ, മലയാളം ഇൻഡസ്ട്രിയിൽ പുതിയ വില്ലത്തി വരട്ടെ. ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്, നമ്മുടെ പ്രേക്ഷകരും ഒക്കെ കാത്തിരിക്കുകയാണ്. അപ്പൊ നമ്മളോട് ഇത്രയും നേരം സ്പെൻഡ് ചെയ്തിട്ട് വിശേഷങ്ങളൊക്കെ പോയി പങ്കുവച്ചു. അപ്പം ഈ ഒരു മോഡലിംഗ് രംഗത്തും അതുപോലെ തന്നെ ഫിലിം ഫീൽഡിലും ഇനിയും ഒരുപാട് അവസരങ്ങൾ തേടി വരട്ടെ. പിന്നെ പറഞ്ഞതുപോലെ വില്ലത്തി ഹീറോയിനായിട്ട് കുറെ പടങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. താങ്ക് യു.